ഇന്ത്യ പാക് സീസ് ഫയറിൽ ട്രംപിൻ്റെ ഈ കമൻറ്റ് 20ാമത്തെ പ്രാവശ്യമാണ് ഈ സീസ് ഫയറിന് ശേഷം 20 തവണ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതിന് ഇന്ത്യ ഔപചാരികമായി അല്ലെങ്കിൽ ഔദ്യോഗികമായി 2 തവണ അതിന് മറുപടി നൽകി. ഒരു പ്രാവശ്യം വിക്രം മിശ്രി അതിനെക്കുറിച്ചുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിരുന്നു. പ്രധാനമന്ത്രി മോദി തന്നെയും അതേക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നേരിട്ട് പറഞ്ഞില്ലെങ്കിലും അല്ലാതെ തന്നെ പറഞ്ഞിട്ടുണ്ട്. നേരിട്ട് പറഞ്ഞു എന്ന്, അതായത് ട്രംപിനോട് നേരിട്ട് പറഞ്ഞു എന്ന് വാർത്തയും വന്നിട്ടുണ്ട്. പറഞ്ഞോ ഇല്ലയോ എന്നുള്ളതല്ല, പറഞ്ഞു എന്ന വാർത്തയും വന്നിട്ടുണ്ട്. അപ്പം എന്തുകൊണ്ടാണ് ട്രംപ് ഇതിങ്ങനെ ആവർത്തിച്ച് പറയുന്നത് വെച്ചാൽ, ഒന്ന് അദ്ദേഹത്തെ സംബന്ധിച്ച് വല്ലാത്തൊരു രാഷ്ട്രീയമായ പ്രതിസന്ധി ആഭ്യന്തരമായിട്ട് അമേരിക്കയിലുണ്ട്. പലതരത്തിലുള്ള പ്രതിസന്ധികളുണ്ട്. ഒന്ന് പാളിപ്പോയിട്ടുള്ള വാണിജ്യ യുദ്ധങ്ങൾ, മറ്റൊന്ന് മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന മുദ്രാവാക്യവുമായി വന്നിട്ട് ഇപ്പോൾ അമേരിക്ക എവിടെയും ഇല്ലാത്തൊരു സാഹചര്യം. മാഗ എന്ന് പറയുന്നത് മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ ക്യാമ്പിൽ തന്നെ ട്രംപിനോട് ഉള്ള പല കാര്യങ്ങളിലുള്ള എതിർപ്പുള്ളവർ പരസ്യമായ രംഗത്ത് വരുന്നു. ഇങ്ങനെ പലതരത്തിലുള്ള ഒരു കുഴപ്പം പിടിച്ച സിറ്റുവേഷനിലാണ് അദ്ദേഹം ഉള്ളത്. അതിനിടയ്ക്ക് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ ഹെൽത്തിന് എന്തൊക്കെ ഇഷ്യൂ ഉണ്ടെന്ന് പറയുന്നു. കാലിൽ നീര് വെച്ച ഫോട്ടോയൊക്കെ കാണുന്നു. അത് കുഴപ്പമുള്ള ആരോഗ്യങ്ങളുള്ള വയസ്സായവർക്ക് വരുന്നതാണെന്നാണ് പറയുന്നത്. അപ്പോൾ ആകെ ഒരു കയോസാണ് അദ്ദേഹത്തിൻ്റെ ക്യാമ്പിൽ എന്ന് തീർച്ചയായിട്ടും പറയാം. അതിനിടയ്ക്കാണ് എപ്സ്റ്റീൻ ഫയൽ എന്ന് പറഞ്ഞ ഒരു പഴയ ഭൂതം പുറത്തേക്ക് വരുന്നത്. എപ്സ്റ്റീൻ ഫയൽ എന്ന് പറഞ്ഞാൽ അതിൽ ട്രംപിന് നേരിട്ട് അതിന് പങ്കുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പല കാലഘട്ടങ്ങളിൽ നടന്നിട്ടൊരു കാര്യമാണ്. ജോർജ് ഡബ്ല്യു ബുഷ് ഭരിച്ചുകൊണ്ടിരുന്ന സമയത്താണ് അതേക്കുറിച്ചുള്ള പരാതി വന്നത്. ജെഫ്രി എപ്സ്റ്റീൻ എന്ന് പറയുന്ന ഒരു അതിസമ്പന്നൻ 100 കണക്കിന് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ റേപ്പ് ചെയ്തു എന്നുള്ളതാണ് കേസ്. അപ്പോൾ ആ കേസ് മറച്ചു വയ്ക്കാൻ വേണ്ടി ജോർജ് ഡബ്ല്യു ബുഷിൻ്റെ ഭരണകൂടം ശ്രമിച്ചു. ഇദ്ദേഹത്തിന് 18 മാസം തടവ് ശിക്ഷ, 2 പരാതികളിൽ 18 മാസം തടവ് ശിക്ഷ കൊടുക്കുകയും അതിൽ 12 മണിക്കൂർ മാത്രം ജയിലിൽ കഴിഞ്ഞാൽ മതി, ബാക്കി സമയം അദ്ദേഹത്തിന് ഓഫീസിൽ കഴിയാമെന്നുള്ള ഓർഡർ ഇറക്കി അദ്ദേഹത്തെ സംരക്ഷിച്ചു. പിന്നീട് വന്ന ഒബാമ സർക്കാരിൻ്റെ കാലത്ത് വീണ്ടും പരാതി ഉയർന്നു വന്നു. പിന്നെ അന്വേഷണം ഉണ്ടായി. ട്രംപിൻ്റെ കാലത്താണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നത്. അറസ്റ്റ് ചെയ്ത് വിചാരണ നേടുന്നതിന് മുമ്പ് 10-30 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ജയിലിൽ അദ്ദേഹം തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. അത് കൊലപാതകമാണ് എന്നുള്ള സിദ്ധാന്തം അമേരിക്കയിൽ ശക്തമാണ്. അപ്പോൾ എപ്സ്റ്റീൻ ഫയൽ എന്ന് പറഞ്ഞാൽ കുറേയധികം ഇരകളുടെ മൊഴി, പരാതിക്കാരുടെ മൊഴി, അന്വേഷണത്തിൽ കണ്ടെത്തിയ കാര്യങ്ങൾ ഉൾപ്പെടെ വലിയൊരു ഫയലാണ്. അപ്പോൾ ഇത്രയും ഡോക്യുമെൻറ്റ് ഇല്ല, കുറച്ച് ഭാഗങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. പക്ഷേ അത് മുഴുവനും പുറത്തു വിടണം എന്നാണ് മെഗാ ക്യാമ്പിൻ്റെ ആവശ്യം. മുഴുവൻ പുറത്തു വിടണം എന്ന് ഒരു ശക്തമായി വാദിക്കാൻ വേറൊരു കാരണമുണ്ട്. ഇതിൽ ബിൽ ക്ലിൻ്റൻ്റെ പേരുണ്ട്. ബിൽ ക്ലിൻ്റനെ ഈ പറയുന്ന ജെഫ്രി എപ്സ്റ്റീൻ്റെ ഒരു ദ്വീപിൽ ആ വീട്ടിലിരിക്കുന്നത് കണ്ടതായിട്ട് സാക്ഷിമൊഴികളുണ്ട്. പക്ഷെ അവരാരെയും പീഡിപ്പിച്ചെന്നുള്ള പരാതിയൊന്നും നിലവിൽ പുറത്തു വന്ന രേഖകളിലില്ല. അവരുടെ പേരുണ്ട് എന്നറിയാം. അതിൽ ട്രംപിൻ്റെ പേരുണ്ട് എന്ന് പറയപ്പെടുന്നു. അപ്പോൾ ട്രംപിൻ്റെ പേരുണ്ടെന്ന് പറഞ്ഞാൽ എപ്സ്റ്റീനുമായി ട്രംപിന് പരിചയമുണ്ട്. ട്രംപിനെ ഈ ക്യാമ്പുകളിൽ കണ്ടവരുണ്ട്. അല്ലാതെ അദ്ദേഹം ആരെയും പീഡിപ്പിച്ചൊന്നും പറയില്ല. പക്ഷേ ഇനി വരാൻ പോകുന്ന ഫയലുകളിൽ അതുണ്ട് എന്ന് ട്രംപിൻ്റെ എതിരാളികൾ പ്രചരിപ്പിക്കുന്നു. അതേസമയം ട്രംപിൻ്റെ അനുകൂലികൾ പറയുന്നത് ഉടനെ പുറത്തു വരണം. അത് ഡെമോക്രാറ്റുകളാണ് അതിൽ കൂടുതൽ, ലിബറൽസാണ് കൂടുതൽ, അതിൽ നോം ചോംസ്കിയുടെ പേരൊക്കെ ഉണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ ട്രംപ് സാധാരണ രീതിയിൽ ഈ ഹിലരി ക്ലിൻ്റനെതിരെ എന്തെങ്കിലും ഒരു കച്ചിത്തുരുമ്പ് കിട്ടിയാൽ എടുത്തടിക്കുന്ന ഒരാളാണ്. ഒബാമയും ഹിലരി ക്ലിൻ്റനും ചേർന്നാണ് IS ഉണ്ടാക്കിയെന്ന് വരെ പറഞ്ഞതാണ് ഇലക്ഷൻ സമയത്ത്. അപ്പോൾ ഈ കാര്യത്തിൽ മാത്രം ട്രംപ് പിന്നോട്ടടിക്കുകയാണ്. അതല്ല, അത് നോൺസെൻസാണ്, സ്റ്റുപ്പിഡിറ്റി ആണെന്നൊക്കെ അദ്ദേഹത്തിൻ്റെ ആൾക്കാരോട് തന്നെ അയാൾ പറയുകയാണ്. അതൊരു സ്മോക്ക് ഗൺ മാത്രമാണ്, പുകയാണ് മൊത്തം എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറാണ്. അപ്പോൾ മാഗാ ക്യാമ്പിൽ നിന്ന് അതിശക്തമായ ആവശ്യം ഉയർന്നപ്പോൾ അവസാനം അദ്ദേഹം അറ്റോർണിയോട് പറഞ്ഞു ഒരു പെറ്റീഷൻ കൊടുക്കുക, അത് മൊത്തം പുറത്തു വിടാനുള്ള പെറ്റീഷൻ കൊടുക്കുന്നുണ്ട്. തൽക്കാലം അത് ഒതുക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ ട്രംപ് എന്തോ ഭയക്കുന്നുണ്ട് എന്ന് അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജിൽ നിന്നും സംസാരങ്ങളിൽ ഇന്ന് ഇവേസീവായിട്ട് നിൽക്കുന്ന ആ ഒരു ബോഡി ലാംഗ്വേജിൽ നിന്ന് തന്നെ മനസ്സിലാവും അദ്ദേഹം എന്തോ ഭയക്കുന്നുണ്ട് അത് പുറത്തു വരുന്നത് എന്നുണ്ട്. ഇങ്ങനെയുള്ള ഈ കയോസിൻ്റെ ഇടയ്ക്കാണ് ഈ കാര്യങ്ങൾ ഇദ്ദേഹം ഇത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഇത് ഒരു പക്ഷേ ശ്രദ്ധ തെറ്റിക്കാനോ അല്ലെങ്കിൽ വേറൊരു വിവാദ വിഷയം എടുത്തിടാനോ അല്ലെങ്കിൽ സ്വയം ബൂസ്റ്റ് ചെയ്യാനൊക്കെ ആയിരിക്കാം. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം പറയുന്നത് എന്തുദ്ദേശിച്ചവരാണെങ്കിലും അതിൻ്റെ ഒരു പരിണിത ഫലം എന്ന് പറയുന്നത് കശ്മീരിനെ ഒരു അന്താരാഷ്ട്ര വിഷയമാക്കി നിലനിർത്തുകയാണ് ട്രംപ് ചെയ്യുന്നത്. അത് ആരുടെ താല്പര്യമാണ്? അത് പാകിസ്ഥാൻ്റെ താല്പര്യമാണ്.